എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ വളരെ ഹാപ്പിയായി ക്ലാസ്സിലേക്ക് എത്തുന്ന ചെറിയാണ്. ചെറി പിന്നീട് ബ്രേക്ക് ടീമായി ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുന്ന ടീം അവളുടെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, ഞാൻ വെറുതെ ജിയാങ്ങിനെ തെറ്റിദ്ധരിച്ചു. ആക്ച്വലി അവൻ മനഃപൂർവ്വം നമ്മളിൽ നിന്ന് അകലാൻ നോക്കിയതല്ല, മറിച്ച് അവന്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അമ്മ അവനെ ഒരു രീതിയിലും നമ്മളുമായിട്ട് കോണ്ടാക്ട് വെക്കാൻ അനുവദിക്കാതിരുന്നത് കൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് എന്ന കാര്യങ്ങൾ അവൾ ഇതൊക്കെ വളരെ ഹാപ്പിയായി പറയുമ്പോൾ, നീ ഇത്രയും നാൾ അവനെ പറ്റി അങ്ങനെ അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്ന, കംപ്ലൈന്റ് പറയല്ലായിരുന്നു, അവന്റെ ഒരു മൈൻഡും ഇല്ല എന്നൊക്കെ എന്നും പറഞ്ഞു ബാക്കി ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ, പക്ഷെ യുവിന്റെ ശ്രദ്ധ അവൾ എത്രത്തോളം ഹാപ്പിയാണ് എന്നതിലാണ്. അവളുടെ ഹാപ്പിനെസ് അവനെ ഒരുപാട് ഹാപ്പി ആക്കുന്നുണ്ട്. അവൻ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നൈസായി ചിരിക്കുമ്പോൾ, നീ എന്തിനാടാ ചിരിക്കുന്നതെന്ന് അവന്റെ ഒരു ഫ്രണ്ടിന്റെ ചോദ്യത്തിന്, അത് പിന്നെ ഞാനൊരു കോമഡി ആലോചിച്ച് ചിരിച്ചതാണെന്ന് പറയുന്നവൻ ഒരു ചമ്മുന്ന സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു കോമഡി പെട്ടെന്ന് തട്ടിക്കൂട്ടി പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കുന്ന ബാക്കി ഫ്രണ്ട്സിനൊന്നും ചിരിയേ വരുന്നില്ല. ഇതാണ് ഒരു കോമഡി എന്ന് മട്ടില് അവരിയ്ക്കുമ്പോ അവനൊരു ചമ്മലാവണ്ട എന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന ക്വീൻ പെട്ടെന്ന് ചിരിക്കുന്നുണ്ട്. ഇവള് ചിരിക്കുന്നുണ്ട് എല്ലാരും. ഇവളിപ്പ് എന്തിനാ ചിരിക്കുന്നതെന്ന് മട്ടിൽ അവളെ അന്ന് വിട്ട് നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അന്ന് പിന്നീട് ജിയാങ്ങിന്റെ അമ്മ വീട്ടിൽ കാണില്ല, അവർ അവിടെ നിന്ന് ആ ഗ്രാമത്തിലെ സൈറ്റിലേക്ക് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന യുവാകട്ടെ ചെറിയ ഒരു സന്തോഷമാവട്ടെ, ജിയാങ്ങിന്റെ കൂടെ മിണ്ടി പറഞ്ഞിരുന്ന അവൾ ഹാപ്പി ആകുമല്ലോ എന്ന രീതിക്ക് ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു. അതിന്റെ ഭാഗമായി അവനാകട്ടെ നേരെ ജിയാങ്ങിന്റെ അടുത്തേക്ക് ചെന്ന ബുക്കില്, ഇന്ന് വൈകിട്ട് നിന്റെ അമ്മ കാണില്ലല്ലോ, നീ ഫ്രീ അല്ലേ, നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടിയാലോ, ചെറിക്ക് അത് ഒരുപാട് സന്തോഷമാവും എന്നിങ്ങനെ എഴുതി കാണിക്കുമ്പോൾ അവൻ തിരിച്ച് മറുപടിയായി എസ് എന്ന് എഴുതുന്നുണ്ട്. ഇവരിങ്ങനെ ബുക്കിൽ എഴുതുന്നത് ബാക്കി ആരും അത് കേൾക്കാതിരിക്കാനാണ്. പ്രത്യേകിച്ച് ലിയാങ്ങും കങ്ങും ഒക്കെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി നടക്കുകയാണെന്ന് ഇവർക്കറിയാം. നീ ഇവര് തമ്മിൽ കാണാൻ പോകുന്നതൊക്കെ ലിയാങ് അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കുശുമ്പ് ഇഷ്ടമില്ലായ്മയും കൊണ്ട് വേഗം അത് ജിയാങ്ങിന്റെ അമ്മയോട് പറയുമെന്നും അറിയാം. ആ കാര്യം കൊണ്ടാണ് ഇങ്ങനെ ബുക്കിൽ എഴുതി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ യു ജിയാങ്ങിനോട് ഒരു ഡൗട്ട് ചോദിക്കാൻ പോയപ്പോ ജിയാങ് ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്തു എന്ന രീതിക്കേ തോന്നുന്നുള്ളൂ. എന്തായാലും അവരങ്ങനെ അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി അന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ജിയാങ്ങിനെ കാണാൻ പോകാൻ വേണ്ടി നന്നായിട്ട് റെഡിയായി ഭയങ്കര ഹാപ്പിയായി ചെറിയ പോകുന്നുണ്ട്. അവളെ വഴി വെച്ച് ക്വിന്നിനെ കാണുന്നു, യുവിനെ കാണുന്നു. അങ്ങനെ ഹാപ്പി അവരൊക്കെ മിണ്ടിയും പറഞ്ഞ് ജിയാങ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ജിയാങ് അങ്ങനെ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായി തുടങ്ങുമ്പോഴേക്കും അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് അമ്മ വരുന്നുണ്ട്. അമ്മയാകട്ടെ അവനെ കണ്ടപാടെ ഭയങ്കരമായിട്ട് ബഹളം വെക്കാണ്. നീ ഇരുന്ന് പഠിക്കാതെ നീ ആ പെണ്ണിന്റെ പുറകെ നടക്കാൻ പോകണോ, അവളെ നിന്നെ വഷളാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് തന്നെ ചെറിയ ഓരോന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ കൂട്ടത്തിൽ തന്നെ അവന്റെ കയ്യിൽ അപ്പോൾ ഒരു റെഡ് വാച്ച് ആയിരുന്നു കിടന്നിരുന്നത്. അമ്മയ്ക്ക് അവൻ എപ്പോഴും ബ്ലാക്ക് സാധനങ്ങൾ ഇടുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെയാണ് ഇഷ്ടം. കാരണം അവന്റെ മരണപ്പെട്ട ചേട്ടന് ബ്ലാക്ക് ആയിരുന്നു ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞ് അതുകൊണ്ട് ആ ചേട്ടനെ കണക്ക് ഇവനെ വളർത്തിയെടുക്കാൻ അമ്മ ശ്രമിക്കാറുണ്ട്. അപ്പൊ ആ ഒരു രീതിക്ക് കാര്യങ്ങൾ നടക്കുമ്പോൾ അവൻ അതിന്റെ പേരിലും ഇപ്പൊ തന്റെ ഫ്രണ്ട്സിൽ നിന്ന് തന്നെ ഇങ്ങനെ അകറ്റി ഒരു കൂട്ടിലടച്ച കിളിയാക്കി തന്നെ മാറ്റിയെടുക്കാൻ നോക്കുന്നതിന്റെ പേരിലും ഒക്കെ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഇവർക്കിടയിൽ വഴക്ക് നടക്കുമ്പോൾ അത് നമ്മുടെ ചെറിയുടെ പേരൻസ് അറിയുന്നുണ്ട്. തുടർന്ന് അവരങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും ചെറിയെ പറ്റി മോശമായിട്ട് ഓരോന്നും ജിയാങ്ങിന്റെ അമ്മ പറയുന്നു. പക്ഷെ ജിയാങ് തന്റെ അമ്മ പറയുന്ന ഒന്നും കാര്യമാക്കരുതെന്നും ചെറിയോട് തന്റെ ഭാഗത്തുനിന്ന് ഒരു സോറി പറയണമെന്നും അവളുടെ പേരൻസിനോട് പറഞ്ഞു വിടുന്നു. അങ്ങനെ ചെറിയും യു ഒക്കെ ആയിട്ട് ജിയാങ് വന്നില്ലല്ലോ എന്ന് കരുതി വിഷമിച്ച് വെയിറ്റ് ചെയ്ത് നിന്നെടുത്തുനിന്ന് തിരിച്ചു വരുമ്പോഴാണ് അവളുടെ പേരൻസിനെ കാണുന്നത്. അവരായിട്ട് നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ കാരണം ജിയാങ്ങിന് പ്രശ്നമായോ എന്ന് അവൾക്ക് ഭയങ്കര സങ്കടമാകുമ്പോഴേക്കും സാരമില്ല, അവനൊരു പാവം പയ്യന, പക്ഷെ അവന്റെ അമ്മയ്ക്ക് നിങ്ങൾ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പിന്റെയോ ആ ഒരു ബോണ്ടിങ്ങിന്റെ ഒന്നും വാല്യൂ മനസ്സിലാവാത്തതുകൊണ്ട് അവരിങ്ങനൊക്കെ പെരുമാറുന്നതെന്ന് പറഞ്ഞ് അവർ മകളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ജിയാങ്ങിന്റെ അമ്മ അവിടെ നിന്ന് ജിയാങ്ങിനെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടായിരുന്നു. ഒളിമ്പ്യാഡിനൊക്കെ സ്ട്രിക്ട് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി അവൻ ഇവിടെ നിന്ന് എങ്ങോട്ടോ അവർ മാറ്റിക്കൊണ്ടു പോവാണ്. അവൾക്ക് അത് കണ്ട് വളരെ സങ്കടമാവുന്നു. കാരണം ഇപ്പൊ അവളെ കാണാൻ വരാനിരുന്നാണല്ലോ ഈ പ്രശ്നമായെന്ന് ഓർത്ത് അവനും അവൾക്ക് ഈ കാര്യങ്ങൾ കൊണ്ട് സങ്കടമായെന്ന് മനസ്സിലാവുന്നുണ്ട്. അവന്റെ പേരിൽ സങ്കടമാവുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എന്തായാലും അടുത്ത ദിവസം സ്കൂളിലേക്ക് ചെറിയ ഫ്രണ്ട്സ് എത്തുമ്പോൾ ജിയാങ് വന്നിട്ടില്ല. അവനെ ഒളിമ്പ്യാഡിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ് ക്ലാസ് വിടാതെ ആ പ്രിപ്പറേഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അമ്മ മാറ്റി നിർത്തിയിരിക്കുകയാണല്ലോ. സ്കൂളിൽ എത്തിക്കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും കറക്റ്റ് ആയിട്ട് ജിയാങ്ങിന്റെ അമ്മ അവിടെ എത്തിയത്, ആരായിരിക്കും ഇവർ കാണാൻ പോകുന്നത് എന്ന ഒരു കാര്യം ലീക്ക് ചെയ്തത് എന്നൊരു ഡൗട്ട് വരുന്നുണ്ട്. യുവാട്ടെ അവന്റെ ബുക്കിനകത്ത് എഴുതിയാണല്ലോ ജിയാങ്ങുമായിട്ട് സംസാരിച്ചത്. അപ്പോ ലിയാങ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഇടയ്ക്ക് എപ്പോഴോ എന്തോ നോട്ട് എഴുതാനാണെന്നും പറഞ്ഞ് യുവിന്റെ ഒരു ബുക്ക് കങ്ങ് എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ കങ്ങും ലിയാങ്ങും ആയിരിക്കാം പറഞ്ഞു കൊടുത്തു എന്ന ഡൗട്ടില് അത് ചോദിച്ചറിയാനായി തീരുമാനിച്ച് യു ആകട്ടെ കങ്ങിനെ ഒരു റൂമിലേക്ക് വിളിച്ചോണ്ട് പോകാൻ പോകുന്നു സംസാരിക്കാൻ വേണ്ടി. ആ ഒരു റൂമിൽ ഓൾറെഡി നമ്മുടെ ചെറിയ അവളുടെ ബാക്കി 2 ഫ്രണ്ട്സും ഉണ്ട്. കങ്ങ് വരുമ്പോ കങ്ങിനോട് കാര്യങ്ങൾ ചോദിക്കണം, മര്യാദയ്ക്ക് ചോദിച്ചാൽ അവൻ പറഞ്ഞില്ലെങ്കിൽ 2 അടി കൊടുത്തിട്ടാലും പറയിപ്പിക്കണം എന്ന രീതിക്ക് അവൾ നിൽക്കുമ്പോഴേക്കും അവൻ അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് അറിയാതെ അവളുടെ കയ്യിൽ നിന്ന് അവനിട്ടൊരു ഇടി കിട്ടുന്നുണ്ട്. അവൻ നീക്കെന്തിന് എന്നെ അടിക്കുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ ഇനി നല്ല അടി കിട്ടുമെന്ന് അവൾ എന്തായാലും അറിയാതെ ഒരു അടി കൊടുത്തു. എന്നാ പിന്നെ അങ്ങനെ പറയാവുന്ന രീതിക്ക് സംസാരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കങ്ങിനെ യു വിളിച്ചോണ്ട് പോകുന്നത് കണ്ട് ലിയാങ്ങും പുറകെ വരുന്നു. എന്തെവിടെയെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇവരെന്നെ ഇവിടെ ബുള്ളി ചെയ്യാണെന്നും പറഞ്ഞ് ബഹളം വെക്കുന്ന കങ്ങ് നേരെ ലിയാങ്ങിന്റെ കൂടെ അവരുടെ ക്ലാസ് ടീച്ചറിനെ ചെന്ന് കണ്ട് ചെറിയെ പറ്റി കംപ്ലൈന്റ് കൊടുക്കുന്നു. ചെറിയും യുവും ഡേറ്റിംഗിലാണെന്ന് പറഞ്ഞ് അന്നിവർ അക്വേറിയത്തിന്റെ അവിടെ ഒന്നിച്ചുണ്ടായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോയും മിസ്സിന്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ സ്കൂളിലൊന്നും ഡേറ്റിംഗ് അനുവദിക്കില്ല എന്ന ഒരു കാര്യം കൊണ്ട് തന്നെ മിസ് അതിന്റെ പേരിൽ യുവിനെയും ചെറിയ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനൊന്നും അല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആ വീട്ടിൽ ഇൻഫോം ചെയ്തിട്ട് ഞങ്ങൾ അന്ന് വീക്കെൻഡ് ഫ്രണ്ട്സ് എല്ലാരും കൂടി പോയത് അക്വേറിയം കാണാനെന്നൊക്കെ ചെറിയ
പറയുമ്പോ പക്ഷെ ക്ലാസ് ടീച്ചർ അത് വിശ്വസിക്കാതെ ഇവരുടെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ യുവിന്റെ അമ്മയും ചെറിയുടെ അമ്മയും ഈ ഫോട്ടോസ് കാണിക്കുമ്പോ യുവിന്റെ അമ്മയൊക്കെ പൊട്ടിച്ചിരിക്കാണ്. അയ്യോ, ഇവര് നല്ല ഫ്രണ്ട്സ്, അവര് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഞങ്ങളെ ഇൻഫോം ചെയ്തിട്ട് അന്ന് അക്വേറിയം കാണാൻ വേണ്ടി പോയത്. ഇത് ആരോ മിസ്സിനെ തെറ്റിദ്ധരിപ്പിച്ചതാ. പിന്നെ ഈ ഫോട്ടോ എടുത്തത് ആരായാലും നല്ല ഫോട്ടോ ആണെന്ന് പറഞ്ഞൊക്കെ സംസാരിക്കുമ്പോ അപ്പൊ മിസ്സിന് മനസ്സിലാവുന്നുണ്ട് വീട്ടിൽ അറിയിച്ചിട്ട് തന്നെ അവര് പോയത്, അല്ലാതെ വേറൊന്നും ഇല്ലാന്ന്. എന്തായാലും കങ്ങിന്റെ തെറ്റായ ഇൻഫർമേഷന് പുറത്ത് മിസ് വെറുതെ ചമ്മി. കാര്യങ്ങൾ മനസ്സിലാക്കുന്ന യുവും കങ്ങിനെ നല്ലവണ്ണം കളിയാക്കുന്നുണ്ട്. എടാ, എന്തായാലും നല്ല ഫോട്ടോയാ, നീ ഞങ്ങളുടെ ഫോട്ടോ എടുത്തില്ലേ, അതിന്റെ ഒരു കോപ്പി ഇങ്ങ് തന്നേക്കണേന്നൊക്കെ പറഞ്ഞ് യു കളിയാക്കുമ്പോ കങ്ങ് ആകെ പട ചമ്മി നിക്കാണ്. അങ്ങനെ നമ്മുടെ ചെറിയും യുവും തമ്മിൽ റിലേഷനിലാണ് എന്ന രീതിക്ക് ലിയാങ്ങും കങ്ങും പറഞ്ഞു പരത്തിയ റൂമർ അവിടെ ഫ്ലോപ്പായി. പക്ഷെ മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. അവളുടെ പേര് ചെറിയെന്നാണെങ്കിലും സ്കൂളിൽ ലിൻ എന്നാണല്ലോ അവളുടെ ഫോർമലായ നെയിം. ടീച്ചേഴ്സ് അങ്ങനെയാണ് വിളിക്കുന്നത്, അവിടുത്തെ റെക്കോർഡ്സിൽ അങ്ങനെയാണുള്ളത്. കൂടാതെ അവളുടെ ഫ്രണ്ട്സും ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ച് അവളോട് അങ്ങനെയാണ് സംസാരിക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ ഇവിടെ അമ്മയൊക്കെ വന്നിരുന്നല്ലോ, അവർക്ക് ഈ കഥയൊന്നും അറിയില്ലല്ലോ. അവരറിയാതെ അവളെ ചെറിയെന്ന് വിളിച്ച് സംസാരിക്കുന്നത് കങ്ങും ലിയാങ്ങും കറക്റ്റ് ആയിട്ട് കേട്ടിരുന്നു. അതുകൊണ്ട് ഇവളാണ് ചെറിയ, അപ്പോ ഇവളല്ല എന്ന് നമ്മുടെ മുന്നിൽ ഇത്രയും നാള് അഭിനയിക്കുമായിരുന്നു അല്ലേ എന്നൊക്കെ ദേഷ്യം വന്ന് ഇനിയിപ്പോ അത് വെച്ച് അവളെ കളിയാക്കാം, അവൾക്കിട്ട് ഒരു പണി കൊടുക്കാം എന്നൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവള് നാണമില്ലാതെ ജിയാങ്ങിനെ ശല്യപ്പെടുത്തി പുറകെ നടക്കുക. അവൻ അയച്ച കത്തൊന്നും വായിക്കാതായിപ്പോ അവള് വന്ന് കണ്ടില്ലേ അവനെ തപ്പി ഇങ്ങോട്ട്, അവൻ പഠിക്കുന്ന സ്കൂളിലേക്ക്. അവനായിട്ട് അവളെ അറിയത്തില്ലെന്നും പറഞ്ഞു. ഇവള് തന്നെ ആ പെൺകുട്ടി. എന്നിട്ടും അവൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ ഇവളെ ഇഗ്നോർ ചെയ്യാനല്ലേ. എന്നിട്ടും ഇവക്ക് ഒരു നാണുമാനമില്ല. അവനിപ്പോ ക്ലാസ്സിൽ പോലും വരാതെ ഇത്രയും നേരത്തെ ഒളിമ്പ്യാഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനേ ക്ലാസ് ഒക്കെ മാറ്റി മാറി നിൽക്കുന്നത് പോലും ഇവളുടെ ശല്യം കാരണമായിരിക്കും, ഇവള് ക്ലാസ്സിലുള്ള കാരണമായിരിക്കും. എന്നാലും സ്വന്തം പേര് മറച്ചു വെച്ച് ഇവള് നമ്മളെ പറ്റിക്കായിരുന്നില്ല എന്നൊക്കെ ഭയങ്കരമായി തന്നെ ബാക്കിയുള്ള കുട്ടികൾക്കിടയിൽ നമ്മുടെ ചെറിയെ പറ്റി ലിയാങ്ങും കങ്ങും റൂമർ സ്പ്രെഡ് ചെയ്യിക്കുന്നു. പക്ഷെ ആ ക്ലാസ്സിലെ ലീഡർ പയ്യനുണ്ടല്ലോ, ചെറിയുടെ ഡെസ്ക് മീറ്റ് ആയ പയ്യൻ, ആ പയ്യനും ചെറിയുടെ ബാക്കി ഫ്രണ്ട്സും ഒക്കെ തന്നെ ചെറിയ സപ്പോർട്ട് ചെയ്തവിടെ സംസാരിക്കുന്നുണ്ട്. തന്നെ ഇങ്ങനെ കമന്റ് അടിക്കുന്നതും ഒക്കെ തന്നെ ചെറിയ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവൾ അതൊന്നും കാര്യമാക്കുന്നില്ല. അവളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ 5 പേര് എന്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് അത് മതി എന്ന് പറഞ്ഞ ആ ഒരു ടൈം തന്നെ ഒരു ഹെൽപ്പും കൂടി ചോദിക്കുന്നു, തന്റെ കൂടെ ഒളിമ്പ്യാഡ് ക്യാമ്പസിലേക്ക് ഒന്ന് വരാമോ എന്ന്. കാരണം അവിടെയാണ് ഇപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ആയി ജിയാങ് പോയിരിക്കുന്നത്. ആദ്യം അത് കേൾക്കുമ്പോൾ യു ഒന്നും സമ്മതിക്കുന്നില്ലെങ്കിലും ഒടുക്കം യുവും കൈയും അവളുടെ കൂടെ പോകാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അവിടേക്ക് എത്തുമ്പോൾ വിസിറ്റേഴ്സ് ഒന്നും അവിടെ അങ്ങനെ അലൗഡ് അല്ല, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റീസിന്റെ കണ്ണ് വെട്ടിച്ച് കയ്യെ പുറത്ത് നിർത്തി യുവും ചെറിയും അകത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടെ വീണ്ടും സെക്യൂരിറ്റീസിനെ കാണുമ്പോൾ അവരെ ഡൈവേർട്ട് ചെയ്യാനായി യു അവിടെ നിന്ന് ഓടി മാറുന്നു. ഈ ഒരു ടീം അപ്പോഴേക്കും ജിയാങ് ആകട്ടെ സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അതിന്റെ ടെൻഷനിൽ ഇതൊക്കെ എങ്ങനെ ചെറി ഫേസ് ചെയ്യും, അവൾക്ക് വിഷമാവില്ല എന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴാണ് അവിടേക്ക് ചെറി വരുന്നത്. അവൻ ആ സമയത്ത് അവൾ അവിടെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും അവിടെ വെച്ച് അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണ്, നീ ഓക്കെ അല്ലേന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നതെന്ന അവളുടെ പറച്ചിൽ കേൾക്കുമ്പോൾ അവൻ നീ ഓക്കെ ആണെന്ന് അറിയുമ്പോഴാണ് എനിക്ക് സമാധാനമാവുന്നത്. എന്തായാലും നീ ധൈര്യമായിട്ടിരിക്കെ, എല്ലാം പെട്ടെന്ന് മാറുന്നൊക്കെ അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന അവൾ അവിടെ റോഡ് സൈഡിൽ ഒരു സ്ട്രീറ്റ് സിംഗർ പാട്ട് പാടുന്നുണ്ട് എന്ന ആ ഒരു കാര്യം കണ്ട് വേഗം തന്നെ അവളുടെ ഇന്ന് മൈക്ക് വാങ്ങി. ഇവരുടെ ക്യാമ്പസിന് വെളിയിലാണ് ഈ കാര്യമെങ്കിലും അവൾ ഇവിടെ നിന്നാല് ഈ മൈക്ക് വഴി പാടിയാല് അത് അങ്ങനെ കേൾക്കാൻ പറ്റുമോ എന്നൊരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്. എന്തായാലും മൈക്കിലൂടെ അവളുടെ സൗണ്ട് ഉറക്കെ കേൾക്കുന്ന അവൻ അത് തിരിച്ചറിയുകയും അവന്റെ മുറിയിലിരുന്ന് ഈ കോൺസെർട്ടിനൊക്കെ മൊബൈലിലെ ടോർച്ച് അടിച്ചൊരു ആക്ഷൻ കാണിക്കില്ല, അതേ കണക്ക് അവന്റെ സ്റ്റഡി ലാമ്പ് എടുത്ത് അവളെ വീശി കാണിക്കുമ്പോൾ അത് കണ്ട് അവളും തന്റെ പാട്ട് അവൻ കേട്ടു എന്നത് മനസ്സിലാക്കി വളരെ ഹാപ്പി ആയിട്ട് അന്ന് ആ ഒരു സന്തോഷത്തിലാണ് അവിടെ നിന്ന് മടങ്ങി പോകുന്നത്. അങ്ങനെ പിന്നീട് ഇവർക്ക് ഒരു എക്സാം നടത്തുന്നുണ്ട്. ആ എക്സാമില് നന്നായിട്ടൊന്നും തന്നെ ചെറുക്കി എഴുതാൻ പറ്റുന്നില്ല. അവൾ എക്സാം ഹാളിൽ ഇരുന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മളൊരു കുഞ്ഞു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. പണ്ട് കുട്ടിക്കാലത്ത് ഒന്നിച്ച് ചെറിയും ജിയാങ്ങും ഒക്കെ പഠിച്ചിരുന്ന ആ ഒരു സമയത്ത് ക്ലാസ്സിൽ മാത്സ് പഠിപ്പിച്ച ശേഷം മിസ് എല്ലാവർക്കും മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായില്ലെങ്കിലും എല്ലാവരും കൈപൊക്കി കൂട്ടത്തി ചെറിയും മനസ്സിലായി എന്ന് കൈപൊക്കിയിരുന്നു. അത് കണ്ട് മിസ്സായിട്ട് അവളോട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായി പറഞ്ഞു. അവൾക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലായിട്ടല്ല, പക്ഷെ എല്ലാവരും കൈ പൊക്കിയപ്പോൾ അവളും പൊക്കിയതാണ്. എന്തായാലും ഇപ്പൊ അവൾ ആകെ പെട്ടിരിക്കുമ്പോഴേക്കും അത് മനസ്സിലാക്കി ജിയാങ് എന്നവൾക്ക് ഉത്തരം വിൻഡോ സീറ്റിന് അടുത്തവൻ ഇരുന്നുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ എഴുതി കാണിച്ച് അവളെ ഹെൽപ്പ് ചെയ്തിരുന്നു. അങ്ങനെ അത് നോക്കി ബോഡി എഴുതിയാണ് അവൾ അന്ന് രക്ഷപ്പെട്ടത്. പക്ഷെ ഇപ്പൊ അവൻ അടുത്തില്ല, സഹായിക്കാൻ ആരുമില്ല. അവളിങ്ങനെ ആകെ പാടെ സങ്കടത്തിലാവുന്നുണ്ട്. എന്തായാലും ആ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോഴേക്കും അവൾക്ക് വളരെ കുറവ് മാർക്കാണ് അന്ന് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ പേരിൽ അവളെ എല്ലാവരും വീണ്ടും ബുള്ളി ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അവളെ കുറ്റം പറഞ്ഞു നടക്കുന്ന ആ ഒരു ഗ്യാങ് ഒക്കെ തന്നെ വലിയ മാർക്ക് മേടിച്ച് ഇവിടേക്ക് എത്തിയവൾ ഇപ്പോ കുറവ് മാർക്ക് മേടിച്ചേക്കുന്ന കണ്ടില്ലേ. അപ്പൊ അന്ന് അവൾക്ക് അത്രയും മാർക്ക് കിട്ടിയത് ലക്കിന്റെ പുറത്താണെന്നൊക്കെ അവർ പറയുന്നത് അവൾ കേൾക്കുന്നുണ്ട്. ഇതിലും അവൾക്ക് ടെൻഷൻ ആവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവൻ ക്ലാസ് ടീച്ചർ പോലും വിളിച്ച് പറയുന്നുണ്ട് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് അവളെ മാറ്റേണ്ടി വരും, അവളുടെ പോക്ക് ഇങ്ങനെ ആണെങ്കിൽ ശരിയാവില്ല, എത്രയും പെട്ടെന്ന് പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിച്ചോളാനായി. കാരണം ഇത് ഒരുപാട് നന്നായി പഠിക്കുന്ന കുട്ടികളുടെ ഒരു ക്ലാസ് ആണല്ലോ. അപ്പോൾ ഈ ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുത്ത സമയത്ത് നല്ല ഗ്രേഡ് ഉണ്ടായിരുന്നവരൊക്കെ പിന്നീട് അങ്ങോട്ട് താഴേക്ക് വന്നാൽ അവരെ പറഞ്ഞു വിടുമെന്നാണ് മിസ് പറയുന്നത്. ഈ ക്ലാസ്സിൽ പഠിച്ചാലേ അവൾക്ക് ജിയാങ്ങിന്റെ കൂടെ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് അവൾക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും യുവും പൊതുവെ നല്ല മാർക്ക് മേടിച്ച് പാസ്സാവുന്ന ഒരു പയ്യനാണ്. പക്ഷെ ഇത്തവണ യുവിന്റെ മാർക്കും കുറവാണ്. അവൻ ചെറിയുടെ കൂടിയാണ് അവന് മാർക്ക് കുറഞ്ഞെന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ എന്റെ മാർക്കും അവളുമായിട്ട് യാതൊരു ബന്ധമില്ല, വെറുതെ അവളെ കുറ്റം പറയാനായിട്ട് ഈ ഒരു അവസരം
അവസരം നിങ്ങൾ വിനിയോഗിക്കേണ്ടെന്ന് മറുപടിയും കൊടുക്കുന്നുണ്ട് അവൻ. അങ്ങനെ നന്നായി പഠിക്കാൻ തന്നെ ചെറി ശ്രമിക്കുന്നുണ്ട്. അവളെ അതിൽ യുവും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അവൾ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് ശരിയാവുന്നില്ല എന്ന് കാണുമ്പോൾ അവൻ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് പഠിച്ച് റിലാക്സ് ആവാൻ വേണ്ടി അവൻ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോകുമ്പോൾ അവളെയും കൂടെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഈ നടക്കുന്ന കാര്യങ്ങള് ക്വിന്നിനെ കുറച്ച് അസൂയ പിടിപ്പിക്കുന്നുണ്ട്. ക്വിൻ അതിന്റെ പേരിൽ സങ്കടപ്പെടുകയും ചെറിയോട് കാര്യങ്ങൾ ഓപ്പൺ ആയി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് യുവിനെ ഇഷ്ടമാണ്, പക്ഷെ അവൻ ഇഷ്ടം നിന്നെയാണ്, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നീ അത് കാര്യമാക്കണ്ട, ഒന്നും വലിയ കാര്യവേ അല്ല, എനിക്ക് അവൻ ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രമാണെന്ന് പറയുമ്പോൾ നിനക്ക് ജിയാങ്ങിനെ വലിയ ഇഷ്ടമല്ലേ, അവനെ കാണാൻ വേണ്ടി നീ ആ ഒരു ഒളിമ്പിയാഡ് ക്യാമ്പസ് വരെ പോലും പോയില്ലേ, നീ അവന് വേണ്ടി അത്രയും ചെയ്യുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന പയ്യനെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടമാവില്ലേ എന്ന് പറഞ്ഞ് ക്വിൻ ഭയങ്കരമായി സങ്കടപ്പെട്ടു പോകുമ്പോൾ അത് കേട്ട് വിഷമാവുന്ന ചെറി പിന്നീട് യുവിനൊക്കെ അവോയ്ഡ് ചെയ്യാനായി തുടങ്ങുന്നു. അവൾ അതിനായി അവരോട് കൂട്ടുകൂടുന്നതൊക്കെ കുറച്ച് കൂടുതലായി തനിക്ക് പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് അവോയ്ഡ് ചെയ്ത് പോവാണ്. പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞ് യു വരുമ്പോൾ പോലും എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവനോട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ട്. ഇവൾക്ക് എന്താ പറ്റിയെന്ന് യുവിന് മനസ്സിലാവുന്നില്ല, അവന് സങ്കടാവുന്നുണ്ടായിരുന്നു. എന്തായാലും അന്ന് ക്ലാസ് കഴിയുമ്പോൾ ഇവരെ ഇഗ്നോർ ചെയ്ത് ക്വിന്നിന്റെ അടുത്തേക്ക് ചെറി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ചെറി ക്വിന്നിനോട് ഒരു താല്പര്യമില്ലാതെ പിണങ്ങി പോകുമ്പോൾ ആ ഒരു കാഴ്ച പുറകെ വരുന്ന യുവും ഫ്രണ്ട്സും കാണുന്നുണ്ട്. ഇവര് തമ്മിലുള്ള പ്രശ്നം കൊണ്ടാണോ ഇവള് നമ്മളോട് മിണ്ടാത്തതെന്ന് അത് കാണുമ്പോൾ ഒരു ഡൗട്ട്. യുവിന് ഇതുവരെ ക്വിന്നിന് അവനോട് ഒരു താല്പര്യമുള്ളത് അറിയേയില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം കൊണ്ടാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതെന്നും അവൻ അറിയില്ല. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.